Hey guys, welcome back to TTM Voice. ഇപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്ന ഫ്രണ്ട്സ്, എൻ്റെ ഈ ഫോണിന് ഞാൻ പെപ്സിയുടെ ക്യാൻ ഉണ്ടല്ലോ, അത് വെച്ച് നമ്മൾ ബാക്ക് കവർ ഉണ്ടാക്കാൻ പോവാണ്. അടിപൊളിയാണെന്ന് പ്രതീക്ഷിക്കുന്നു. എത്രത്തോളം സക്സസ് ആണെന്ന് അറിയാൻ, പക്ഷേ നമ്മൾ മാക്സിമം അടിപൊളിയായിട്ട് ചെയ്യും. നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായെന്ന് വെച്ചാൽ പെപ്സിയുടെ ക്യാനൊക്കെ നമുക്ക് വീട്ടിലൊക്കെ കിട്ടുമല്ലോ, അത് വെച്ച് നമുക്ക് എൻ്റെ ഫോണിന് പെട്ടെന്ന് ഇത് ഷോർട്ട് വീഡിയോ ആയിരിക്കും, ഒരു 3-4 മിനിറ്റിനുള്ളിൽ പെട്ടെന്ന് നമ്മളൊരു സംഭവം ചെയ്യും. നിങ്ങളെല്ലാവരും മാക്സിമം ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യാം. അങ്ങനെ നേരെ വീഡിയോയിലേക്ക് പോയി. അപ്പോൾ നമ്മൾ കവർ ഉണ്ടാക്കിയിട്ടുണ്ട്. നമ്മൾ ഇതാണ് സക്സസ്ഫുള്ളി, നമ്മൾ ഏകദേശം ഒക്കെ ഒരു 70% സക്സസ് ആയെന്ന് തോന്നുന്നു. പെർഫെക്റ്റ് അല്ല കേട്ടോ, നമ്മളിപ്പോൾ ശരിക്കും ഫോൺ കേസ് എന്നാൽ പെർഫെക്റ്റ് അല്ല. ഇതാണ് അപ്പോൾ നമ്മുടെ കവർ. ഈ കവർ ഞാൻ നമ്മുടെ നോർമൽ വൈറ്റ് കവർ ഉണ്ട്, അതിൻ്റെ ബാക്കിൽ റെഡിയാക്കി വെച്ച് ഫിറ്റ് ചെയ്ത് വെച്ചേക്കുവാണ്. അപ്പോൾ നമുക്ക് പെപ്സിയുടെ ലോഗോയൊക്കെ കറക്റ്റായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നു. അപ്പോൾ നമുക്ക് നമ്മുടെ ഫോണിൽ ഇതൊന്ന് ഇട്ട് നോക്കാം. ഇട്ടിട്ട് എങ്ങനെ എത്രത്തോളം പെർഫെക്റ്റ് ആണ്, നിങ്ങൾക്ക് കണ്ടാൽ ലുക്ക് ഉണ്ടോ ഒക്കെ നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് നാളെ നമ്മുടെ ഇത് കവറിലേക്കൊന്ന്, ഇതെൻ്റെ ഓൾറെഡി എൻ്റെ ബാക്ക് കവർ കാണാൻ രസമാണ്, പക്ഷേ ഇത് ബാക്ക് കവർ ഇട്ടില്ല, ഇതേ മൊത്തം വൈറ്റ് ആണ്, എന്നെ ചെളിയൊക്കെ പിടിച്ച് പണി കിട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ബാക്ക് കവർ അത്യാവശ്യമാണ്. അപ്പോൾ പെപ്സിയുടെ ബാക്ക് കവർ ആയാലോ, ഇത് സ്റ്റീൽ ടൈപ്പ് കേട്ടോ, അപ്പം താഴെ വീണാൽ അങ്ങനെ പരിക്കൊന്നും പറ്റത്തില്ല, നല്ല സ്റ്റീൽ ടൈപ്പ് ആയതുകൊണ്ട്. ഓക്കെ, അപ്പോൾ നമുക്കിനി ഇട്ട് നോക്കാം എത്രത്തോളം പെർഫെക്റ്റ് ആണ്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ കവർ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് പലർക്കും സംശയം കാണും, ഞാൻ ഈ ബാക്കിൽ കട്ടൗട്ട് ചെയ്തിട്ടുണ്ട് ക്യാമറയ്ക്ക്, പക്ഷേ ഈ സൈഡിൽ എന്താ കട്ടൗട്ട് ചെയ്യാൻ, വോളിയത്തിനും പവറിനും. പക്ഷേ ഞാൻ പറയട്ടെ, ഇത് ഓൾറെഡി കട്ടൗട്ട് ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം ഇവിടുന്ന് തന്നെ നമുക്ക് നിൽക്കാൻ പറ്റും. അങ്ങനെ കട്ടൗട്ട് ചെയ്യുകയാണെങ്കിൽ കുറച്ച് പണിയാണ്. ഞാൻ ട്രൈ ചെയ്ത് പണി കിട്ടി, അതുകൊണ്ടാണ് പിന്നെ ഇതിന് കട്ടൗട്ട് ചെയ്യാൻ പോകാഞ്ഞത്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ കണ്ടല്ലോ, ഇതാണ് നമ്മുടെ പെപ്സിയുടെ ഇത്. നിങ്ങൾക്ക് ലുക്കൊക്കെ എങ്ങനെ ഉണ്ടോ നിങ്ങൾ തന്നെ കമൻറ്റ് ചെയ്യുക. എല്ലാം കൊണ്ടും പെർഫെക്റ്റ് ആണെന്ന് ഞാൻ പറയത്തില്ല, ഇത് വെളിയിലൊക്കെ പോകുമ്പോൾ യൂസ് ചെയ്യാമെന്ന് ഞാൻ പറയുന്നില്ല, ഒരു ട്രൈ ആണ്. പക്ഷേ നമുക്ക് അത്യാവശ്യം ഉപയോഗിച്ചാൽ അങ്ങ് നോക്കിക്കഴിഞ്ഞാലും ഏകദേശം ഒരു ലുക്കുള്ള സംഭവം. നോക്കിയാൽ പെപ്സിയുടെ ലോഗോ, പക്ഷേ ഈ പെപ്സിയുടെ പി നോക്കിയാൽ ഫ്രണ്ട്സ്, പി എൻ്റെ സൈഡിലോട്ട് ചേർന്നായിപ്പോയി, പി ഇവിടെ വന്നില്ല. ഞാൻ ഏകദേശം ഉദ്ദേശിച്ചതാണ്, പക്ഷേ ഏകദേശം പെപ്സി കിട്ടുന്നുണ്ട്. പിന്നെ പെപ്സിയുടെ 1990 എന്തോ റെക്ടാ ക്യാൻ എന്തോ എഴുതിയിട്ടുണ്ട്. പവർ ഓണാക്കി കാണിച്ചു തരാം. ഞാൻ ജസ്റ്റ് പവർ നിൽക്കി കണ്ടല്ലോ, വോളിയം കൂട്ടാനും ഒക്കെ ഇതേ പറ്റും. ഇതേ സൈഡിൽ നിന്ന് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പം നിങ്ങൾക്ക് വീട്ടിൽ വേണമെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം, കാരണം ഇതുപോലെ ഫ്രീ ആയിട്ട് ക്യാൻ കിടക്കുമ്പം സ്കെയിലൊക്കെ വെച്ച് ഞാൻ ചെയ്തതുപോലെ പെർഫെക്റ്റ് ആയിട്ട് ചെയ്ത് നോക്കുക. എന്നിട്ട് ഞാൻ പറഞ്ഞ ട്രിക്ക് ഉപയോഗിക്കണം. ഇതേ ടൈറ്റ് ആയിട്ടിരുന്നില്ലെങ്കിൽ ഞാൻ സ്റ്റാപ്ലർ വെച്ച് അടിച്ച് വെച്ചേക്കുവാണ്, ഈ സൈഡും 4 സൈഡ് സ്റ്റാപ്ലർ വെച്ച് അടിച്ചേക്കുവാണ്. അപ്പോൾ വീട്ടിലൊക്കെ നമുക്ക് കാണിക്കാം, നമ്മൾ തന്നെ ഉണ്ടാക്കിയ കവറാന്നൊക്കെ പറഞ്ഞ് കാണിച്ച് ഷൈൻ ചെയ്യാം. അപ്പോൾ ഫ്രണ്ട്സ്, വീഡിയോ ഇഷ്ടപ്പെടുമെങ്കിൽ മറക്കാ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ ഇന്ന് ഷെയർ ചെയ്യുക, കാരണം നിങ്ങളുടെ ഷെയറും ലൈക്കും ഒക്കെ ഭയങ്കര സപ്പോർട്ടാണ് ഇതുപോലുള്ള കൂടുതൽ വീഡിയോസ് ചെയ്യാനായിട്ട്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. എൻ്റെ പേര് വിഷ്ണു, TTM വോയിസിൽ നിന്ന്.